പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ലിവ് മോർഗൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. ഇന്നലെ നടന്ന റോ എപ്പിസോഡിലെ ആദ്യ മത്സരത്തിൽ ലിവ് മോർഗനും റെഗൽ റോഡ്രിഗസും ഒരു ടാഗ് ടീം മത്സരത്തിൽ ഡാമേജ് കൺട്രോളിലെ ഇയോ സ്കൈ അതുപോലെ തന്നെ ഡക്കോട്ടോ കായ് തുടങ്ങിയവർക്കെതിരെയാണ് മത്സരിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇയോ സ്കൈയുടെ മേത്തേക്കും ഡക്കോട്ടോ കായുടെ മേത്തേക്കും റെഗൽ റോഡ്രിഗസ് ലിവ് മോർഗനെ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്ന മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലിവ് മോർഗൻ്റെ നെറ്റി പൊട്ടി ആ ചോര വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ണിൻ്റെ അവിടെ പൊട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ഈ ഒരു ഇഞ്ചുറി വെച്ചിട്ട് തന്നെയാണ് ലിവ് മോർഗൻ മത്സരം പൂർത്തിയാക്കിയതും അതിനുശേഷമുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൊക്കെ വന്നതും. ഇപ്പോൾ ഇഞ്ചുറി അപ്ഡേറ്റ് ആയി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലിവ് മോർഗന് ഈ റോ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ 6 സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഈ ബ്ലഡ് വരേണ്ട ഈ ഒരു സ്പോട്ട് അവർ പ്ലാൻ ചെയ്തത് ആയിരുന്നില്ല. അത് മത്സരത്തിൻ്റെ ഇടയിൽ ആ ഒരു മൂവ് ചെയ്തപ്പോൾ പെട്ടെന്ന് സംഭവിച്ചതാണ്. പക്ഷെ അത് മത്സരത്തെ ഒന്നും കൂടി ഗംഭീരമാക്കി. ലിവ് മോർഗൻ്റെ നെറ്റിപൊട്ടി ചോരയൊക്കെ വരുന്നത് കണ്ടപ്പോൾ കാണികൾ ഒന്നും കൂടി ത്രില്ലായി. മത്സരത്തിനെ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചു. റസൽ വോട്സ് ആണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ലിവ് മോർഗന് നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതും ലിവ് മോർഗൻ ഈ ഇഞ്ചുറി വലിയ സീരിയസ് ആക്കിയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതും ലിവ് മോർഗൻ്റെ പ്ലാനുകൾ എന്താണോ അത് തന്നെ ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കിൻറ്റയറിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ നെക്സ്റ്റ് ഒരു ബിഗ് മാച്ച് നടക്കാൻ പോകുന്നത് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരമാണ്. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ റസൽമീനിയ 41 പ്ലാൻ ഡാമിൻ പ്രീസ്റ്റിനെതിരെയുള്ള മത്സരം ആയിരിക്കുമെന്നുള്ള ഒരു റൂമറും റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ആരാധകർ ചോദിക്കുന്നത് ഡ്രൂവും പ്രീസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഡ്രൂ വിജയിച്ചാൽ തന്നെ ഡ്രൂവിന് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ഈ സ്റ്റോറി കൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനോ ഡ്രൂ മാക്കിൻറ്റയറിനോ ഒരു നേട്ടവുമില്ല. എന്നിട്ടും ഡ്രൂ മാക്കിൻറ്റയർ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഡാമിൻ പ്രീസ്റ്റിനെതിരെയുള്ള ഒരു സ്റ്റോറി കൊടുക്കുമ്പോൾ അത് താരത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുന്ന രീതിയിലേക്കല്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് ക്രിയേറ്റീവ് ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ക്രിയേറ്റീവ് ടീം മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവർ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ റസൽമീനിയ 41 പ്ലാനുകൾ, അതായത് മത്സരം ആർക്കെതിരെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ഒരിക്കൽ കൂടി തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റും ഡ്രൂ മാക്കിൻറ്റയറും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ആരംഭം കുറിച്ചിരുന്ന ആ സ്റ്റോറി അത് മാറ്റാനും ഡ്രൂ മാക്കിൻറ്റയറിന് പുതിയ എതിരാളിയെ കൊടുക്കാനും സാധ്യതകളുണ്ട്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങളാണ്. അത് ക്രിയേറ്റീവ് ടീമിൻ്റെ കണ്ണ് തുറക്കുന്നതിലേക്കും വഴി തെളിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് റിക്കി സ്റ്റാർക്സ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ WWE NXT എപ്പിസോഡ് വമ്പൻ സർപ്രൈസ് ഡെബ്യൂ ആണ് റിക്കി സ്റ്റാർക്സിന് ഒരുക്കി കൊടുത്തത്. റിക്കി സ്റ്റാർക്സിൻ്റെ ഡെബ്യൂ ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റിക്കി സ്റ്റാർക്സ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് AEWയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. താരം കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ WWEയിലേക്കുള്ള ഒരു ഡെബ്യൂവിനും താരം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആരാധകർ ആയിരുന്നിട്ട് പോലും റിക്കി സ്റ്റാർക്സിൻ്റെ ഈ ഒരു ഡെബ്യൂ ഇത്ര വലിയ ഒരു ത്രില്ലിംഗ് ആക്കാനുള്ള ഒരു കാരണം റിക്കി സ്റ്റാർക്സും AEWയും തമ്മിലുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അവസാനിച്ചത്. പിറ്റേ ദിവസത്തെ NXT എപ്പിസോഡിൽ തന്നെ അവർ റിക്കി സ്റ്റാർക്സിനെ ഡെബ്യൂ ചെയ്യിപ്പിച്ചു. അതാണ് വലിയ ത്രില്ലിങ്ങും ഷോക്കിങ്ങും സർപ്രൈസുമാക്കിയ ഒരു മൊമെൻറ്റ്. റിക്കി സ്റ്റാർക്സിൻ്റെ റിംഗ് നെയിമിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ റിക്കി സ്റ്റാർക്സ് NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ വന്നിട്ട് പറയുന്നത് ഹോട്ടസ്റ്റ് ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന താൻ ഹോട്ടസ്റ്റ് ബ്രാൻഡിലല്ലേ, കത്തി നിൽക്കുന്ന ബ്രാൻഡിലല്ലേ നിൽക്കേണ്ടത് എന്നാണ്. അപ്പോൾ റെവല്യൂഷണറി ആയിട്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളത് താൻ ഇനി കാണിച്ചു തരാൻ പോകുകയാണ്. തൻ്റെ ഒരു സമയമാണ് ഇനി അങ്ങോട്ട് എന്നുള്ളതും NXT അതാണ് കാണാൻ പോകുന്നത് എന്നുള്ളതും റിക്കി സ്റ്റാർക്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിക്കി സ്റ്റാർക്സിനെ സംബന്ധിച്ച് NXT നല്ലൊരു സ്പോട്ടാണ്. റിക്കി സ്റ്റാർക്സിൻ്റെ NXT എന്ന് പറയുന്ന തേർഡ് ബ്രാൻഡിലേക്ക് ഇടാനുള്ള ഒരു കാരണം ഇപ്പോൾ മെയിൻ റോസ്റ്ററിൽ റോഡ് ടു റസൽമീനിയ സ്റ്റോറികൾ നടക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റീവ് ടീം അതിൻ്റെ പിറകിലാണ്. അവിടേക്ക് റിക്കി സ്റ്റാർക്സിനെ ഇടുന്നതിനേക്കാൾ ബെറ്റർ NXT ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് റിക്കി സ്റ്റാർക്സിനെ NXTയിലേക്ക് ഇട്ടിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ റിക്കി സ്റ്റാർക്സ് ഒരു മെയിൻ റോസ്റ്ററിന് പറ്റിയ റെസ്ലറാണ്. നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റിയ, ക്യാരക്ടർ മാത്രമല്ല അതിനനുസരിച്ച് സ്റ്റോറിയും മാച്ചും ചെയ്യാൻ പറ്റിയ അപൂർവം ചില യുവതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് റിക്കി സ്റ്റാർക്സ്. WWE ഭാഗമായി താരം മാറിയിരിക്കുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ളത് റസൽമേനിയ 41 പദ്ധതികളിൽ ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ വന്നേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നിലവിൽ റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൽ വോട്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത് അനുസരിച്ച് ഇത് നടക്കാൻ പോകുന്നു എന്നുള്ളത് അവർ പറയുന്നില്ല. പക്ഷേ ക്രിയേറ്റീവ് ടീമിൽ ചിലർ ഇപ്പോൾ ഒരു അഭിപ്രായം പോലെ പറഞ്ഞിട്ടുള്ളത്, അവരൊരു ഡിസ്കഷൻ ആരംഭിച്ചിട്ടുള്ളത് CM പങ്കിനെ ജോൺസിന വേഴ്സസ് കോഡി റോഡ്സ് തമ്മിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതായത് CM പങ്ക് വേഴ്സസ് സെത്ത് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റോറിയാണ് ഇപ്പോൾ അവർ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളൊക്കെ 2 ദിവസം മുൻപേ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പങ്കിനെ മാറ്റിക്കൊണ്ടും പങ്കിനെ റസൽമേനിയ 41 അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് സീനയുടെയും കോഡി റോഡ്സിൻ്റെയും കൂടെ ആ ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോറി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നടക്കാൻ പോകുന്നു എന്നുള്ളത് റസൽ വോട്സ് പറയുന്നില്ല. പക്ഷേ ഡിസ്കഷൻ ചില ക്രിയേറ്റീവ് ടീം അംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചിലപ്പോൾ പങ്കിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് കോഡി, സീന, പങ്ക് ആ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോഡി വേഴ്സസ് സീന തമ്മിലുള്ള സ്റ്റോറി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരം നടക്കാൻ പോകുന്നത് കോഡി റോഡ്സിൻ്റെ എതിരാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോൺസിന മെൻസ് എലിമിനേഷൻ ചേംബറിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കോഡിയും സീനയും സ്റ്റോറി വരാൻ സാധ്യതയുണ്ട്. അതിലേക്ക് പങ്കിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പോയിൻ്റാണ്. പങ്കും മെൻസ് എലിമിനേഷൻ ചേംബറിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ പങ്ക് ഇനി അഥവാ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായി കോഡിയുടെയും സീനയുടെയും എതിരെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ റോമൻ വേഴ്സസ് സെത്ത് തമ്മിലുള്ള മത്സരമായിരിക്കും റസൽമേനിയ 41 നടക്കാൻ പോകുന്നത്. റോമൻ വേഴ്സസ് സെത്ത് മത്സരം നടക്കുകയാണെങ്കിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? റോമൻ വേഴ്സസ് സെത്ത് വേഴ്സസ് പങ്ക് തമ്മിലുള്ള മത്സരത്തിനാണോ, അതോ പങ്ക് വേഴ്സസ് കോഡി വേഴ്സസ് സീന തമ്മിലുള്ള രണ്ടാമത്തെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം അതിനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇതിൽ ഏത് ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അതും കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.